വയനാട് ജില്ലയിലെ വിവിധ മേഖലകളിലുണ്ടായ വെള്ളപ്പൊക്കത്തിലും ഉരുൾപൊട്ടലിലും മരിച്ചവരുടെ എണ്ണം 19 ആയതായി പ്രാഥമിക റിപ്പോർട്ട്. 3 കുട്ടികളും മരിച്ചതായിട്ടാണ് സൂചന. ഏതാണ്ട് 400ഓളം കുടുംബങ്ങളെയാണ് ഈ വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും ഗുരുതരമായി ബാധിച്ചത്. നിരവധി പേരെ കാണാതായിട്ടുണ്ട്. ഉരുൾപൊട്ടലിൽ മരിച്ചവരിൽ ഒരു വിദേശിയും ഉൾപ്പെടുന്നതായി സൂചനയുണ്ട്. മുണ്ടക്കൈ, അട്ടമല, ചൂരൽമല എന്നിവിടങ്ങളിലാണ് ദുരന്തമുണ്ടായത്. ചൂരൽമലയിൽ നിന്നും മാത്രം 11 മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. ഉരുൾപൊട്ടലിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ മാത്രം 33 പേർ ചികിത്സ തേടി എത്തിയിട്ടുണ്ട്. കൂനിപ്പാലയിൽ നിന്ന് 3 വയസ്സുള്ള കുട്ടിയുടെ മൃതദേഹവും കണ്ടെടുത്തു. ചാലിയാർ പുഴയിൽ 3 മൃതദേഹങ്ങൾ കരയ്ക്കടിഞ്ഞിട്ടുണ്ട്. പാലം തകർന്നതോടെ മുണ്ടക്കൈയും ചൂരൽമലയും തീർത്തും ഒറ്റപ്പെട്ട നിലയിലാണ്. ഉരുൾപൊട്ടൽ 400ഓളം കുടുംബങ്ങളെയാണ് ഒറ്റപ്പെടുത്തിയത്. നിരവധി വീടുകൾ ഈ ഭാഗങ്ങളിൽ ഒലിച്ചുപോയിട്ടുണ്ട്. മുണ്ടക്കൈയിൽ മാത്രം 300ഓളം കുടുംബാംഗങ്ങളെയാണ് ഉരുൾപൊട്ടൽ ഗുരുതരമായി ബാധിച്ചത്. മുണ്ടക്കൈ ട്രീ വാലി റിസോർട്ടിൽ 100ഓളം പേർ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ടുണ്ട്. കുടുങ്ങിയവരിൽ വിദേശികളും ഉൾപ്പെട്ടതായി സംശയമുണ്ടെന്ന് ജനപ്രതിനിധികൾ വ്യക്തമാക്കി.